Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. MC റോഡിൽ കുഴികൾ മാത്രം. അങ്കമാലി സെൻട്രൽ ജംഗ്ഷനിൽ MC റോഡിന്റെ പ്രവേശന ഭാഗത്ത് കുത്തിയിരുന്ന് BJP പ്രവർത്തകരുടെ പ്രതിഷേധം. MC റോഡിന്റെ ശോചനീയാവസ്ഥ റോഡിന്റെ പ്രവേശന ഭാഗത്ത് തന്നെ ദൃശ്യമാകും. അങ്കമാലി സെൻട്രൽ ജംഗ്ഷൻ മുതൽ വേങ്ങൂർ ഡബിൾ പാലം വരെ കുഴികളുടെ ഘോഷയാത്രയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പെരുമ്പാവൂർ വരെ കുഴികൾ നീളും. നാളുകളേറെയായി തുടരുന്ന ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരമില്ല. കുഴികൾ നികത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് BJP അങ്കമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അങ്കമാലി സെൻട്രൽ ജംഗ്ഷനിൽ MC റോഡിന്റെ പ്രവേശന ഭാഗത്തുള്ള വൻ ഗർത്തങ്ങൾക്കരികിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പാർട്ടി മധ്യമേഖലാ സെക്രട്ടറി MN ഗോപി സമരം ഉദ്ഘാടനം ചെയ്തു. അങ്കമാലി തുടങ്ങി ആരംഭിക്കുന്ന MC റോഡ്, ആ MC റോഡിൽ കുണ്ടും കുഴിയുമായിട്ട് മനുഷ്യർക്ക് യാത്ര ചെയ്യാനോ വാഹനങ്ങൾ ഓടിക്കുന്നതിനോ പറ്റാത്തൊരു സാഹചര്യം നിലനിന്നത് കൊണ്ടാണ് പാർട്ടി ഇങ്ങനത്തെ സമരവുമായിട്ട് മുന്നോട്ട് വരാനുണ്ടായ ഉദ്ദേശം. പ്രിയമുള്ളവരെ, എനിക്ക് മനസ്സിലാകുന്നില്ല, ഇന്നലെ LDFന്റെ ഒരു സമരം കണ്ടു. അവരുടെ PWD ഓഫീസിലേക്ക് നടത്താ ഒരു സമരം. എന്ത് ധാർമ്മികതയുണ്ട് LDFന് ഈ സമരം ഏറ്റെടുക്കാൻ? ഈ സമരം ഏറ്റെടുക്കാൻ ധാർമ്മികതയുള്ളത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ്. ഇത്രയും കാലം ഭരിച്ച 10 വർഷക്കാലം ഭരിച്ച 10 വർഷം ഭരിച്ച LDF സർക്കാരിന് ഈ റോഡുകളുടെ അറ്റകുറ്റപ്പണി നടത്താനോ ഈ റോഡ് നല്ല സഞ്ചാരയോഗ്യമാക്കാനോ സാധിച്ചില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് കാലടിയിലൂടെ പോയപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറിൽ കൂടുതലാണ് ഞാൻ ആ ബ്ലോക്കിൽ കിടക്കേണ്ടി വന്നത്. പ്രിയമുള്ളവരെ, കാലടിയിൽ ദൈനംദിനമായിട്ട് ബ്ലോക്ക് വരുന്നു. അങ്കമാലിയിൽ ബ്ലോക്കുകൾ കൊണ്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, ജനങ്ങൾക്ക് വണ്ടിയുമായിട്ട് പുറത്തിറക്കാൻ പറ്റാത്തൊരവസ്ഥ, ഇവിടെ കുണ്ടും കുഴിയുമായിട്ട് വാഹനങ്ങൾ ഓടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. എനിക്കിവിടെ സൂചിപ്പിച്ചു, ഈ എറണാകുളം ജില്ലയിൽ നിന്ന് 3 മന്ത്രിമാരുണ്ട്, ഒരു മുഖ്യമന്ത്രിയും 2 മന്ത്രിമാരും. ഈ മന്ത്രിമാരുണ്ടായിട്ടും ഈ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും റീലുകളിട്ട്, എല്ലാ ദിവസവും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും റീലുകൾ ഇട്ടുകൊണ്ട് നിലപാടുകളുടെ രാജകുമാരനാണ് എന്ന് വീമ്പളക്കി കൊണ്ടുപോകുന്ന മുഖ്യമന്ത്രിയുടെ ജില്ലയായ ഈ ജില്ലയിലെ MC റോഡിലാണ് ഈ അവസ്ഥ. പ്രിയമുള്ളവരെ, മുഖ്യമന്ത്രി അധികാരത്തിലേറ്റിട്ട് ആ മുഖ്യമന്ത്രിക്ക് ഈ ജില്ലയെ കുറിച്ചിട്ട് ജില്ലയുടെ അവസ്ഥയെ കുറിച്ചിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും അദ്ദേഹത്തിന് സമയമില്ല. ഇവിടുത്തെ ഒരു മന്ത്രിയുണ്ട്, ശ്രീമാൻ റോജി M. ജോൺ. അയാൾ എന്നും യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു. എന്നിട്ട് പോലും ആ മന്ത്രിക്ക് ഇതിനൊരു നടപടി സ്വീകരിക്കുന്നതിനോ ഇവിടെ ആ കുഴികൾ അടിയന്തര യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ കുഴികൾ മൂടുന്നതിനോ വേണ്ട സ്വതന്ത്ര നടപടി സ്വീകരിക്കാൻ റോജി M. ജോൺ പരാജയപ്പെട്ടിരിക്കുന്നു. ഈ നിലപാടുകളുടെ രാജകുമാരന് പറയാൻ പാടില്ലേ? എന്റെ ജില്ലയിലുള്ള എല്ലാ റോഡുകളുടെ ശോചനീയാവസ്ഥ ഞാൻ പരിഹരിക്കണം എന്ന് മന്ത്രിമാർക്ക് കർക്കശ നിർദ്ദേശം കൊടുക്കാൻ പാടില്ലേ? മന്ത്രി ഇപ്പോ വിരുന്നുണ്ണാനും അങ്ങനെയുള്ള ചില കലാപരിപാടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കേരളം വെള്ളത്തിൽ മുങ്ങി, പത്തനംതിട്ടയും ഇടുക്കിയും എല്ലാം കോട്ടയുമൊക്കെ വെള്ളത്തിൽ മുങ്ങി കുളിക്കുമ്പോൾ ജനങ്ങള് വെള്ളത്തില് വീടുകൾ മുങ്ങി, കടകൾ മുങ്ങി, അങ്ങനെ എല്ലാ സ്ഥലങ്ങളും വെള്ളത്തിൽ മുങ്ങി പ്രളയം കൊണ്ട് നിൽക്കുമ്പോൾ മന്ത്രി വിരുന്നുണ്ണാനായിട്ട് പാലക്കാട്ടേക്ക് മലപ്പുറത്തേക്ക് പോകാണ്. സുഹൃത്തുക്കളെ, ഇത്രയ്ക്ക് ഉത്തരവാദിത്തമില്ലാത്തൊരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് ഇടപെട്ടുകൊണ്ട് ഈ MC റോഡിന്റെ പണി അടിയന്തരമായിട്ട് ദ്രുതഗതിയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കി സഞ്ചാരയോഗ്യമാക്കി ഈ കുഴികളെല്ലാം അടച്ച് അതിനുള്ള സംവിധാനം ഒരുക്കാൻ ശ്രീമാൻ റോജി M. ജോണും ശ്രീമാൻ മുഖ്യമന്ത്രിയും തയ്യാറാകണമെന്നാണ് ഇനി ഈ അവസരത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്.
ഇത് സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന സാധാരണക്കാരെ ഞാനും നിങ്ങളുമെല്ലാം നികുതി അടക്കുന്ന ആ നികുതി പണം കൊണ്ട് ധൂർത്തടിക്കുന്നു. കഴിഞ്ഞ സർക്കാരാണെങ്കിൽ ധൂർത്തടിച്ച് അത് ആകെ ജനങ്ങളെ പറ്റിച്ച് ധൂർത്തടിച്ച് മുന്നോട്ട് പോയി. അതിന്റെ ഒരു നാണയത്തിന്റെ വേറൊരു വശവും കൂടിയാണ് ഈ സർക്കാർ. ഒട്ടനവധി പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ജനങ്ങൾ VD സതീശൻ സർക്കാരിനെ വരവേറ്റത്. ആ പ്രതീക്ഷകൾക്കെല്ലാം മങ്ങലേൽപ്പിച്ചുകൊണ്ട് സർവ്വരംഗത്തും പരാജയപ്പെട്ടുകൊണ്ട് എല്ലാ രംഗത്തും പരാജയമായി മുന്നോട്ട് പോകുന്ന ഈ സർക്കാർ, ആ സർക്കാരിനെതിരെ ശക്തമായ ജനരോഷമാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്. ഞങ്ങൾ ചോദിക്കുന്ന ചെറിയ ചെറിയ ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ. സാധാരണക്കാർക്ക് സഞ്ചാരയോഗ്യമായിട്ട് യാത്ര ചെയ്യണം, നല്ല രീതിയിൽ അവർക്ക് നല്ല രീതിയിൽ വണ്ടികൾ ഓടിക്കണം. മണിക്കൂറുകളോളം ക്യൂ കിടന്ന് മണിക്കൂറുകളോളം റോട്ടിൽ ചെലവഴിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നമ്മുടെ ഈ എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലും കാലടിയിലും ഒക്കെ ഉള്ളത്. പ്രിയമുള്ളവരെ, ഇതിനെതിരെ ശക്തമായ സമര പരിപാടികളുമായിട്ട് അങ്കമാലി നിയോജകമണ്ഡലം കമ്മിറ്റി വന്നിരിക്കുകയാണ്. ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇതൊരു സൂചന മാത്രമാണ്. ഈ ഒരു സൂചന സമരമാണ് ഇന്നിവിടെ അരങ്ങേറിയിട്ടുള്ളത്. ഇതിന്റെ സ്വാതന്ത്ര്യ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വരും നാളുകളിൽ ശക്തമായ സമര പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരും. ഇവിടുത്തെ പൊതുമരാമത്ത് മന്ത്രിയുണ്ടല്ലോ ശ്രീമാൻ ബഷീർ, ആ ബഷീർ ഇത് കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ബഷീർ എല്ലാവരും യാത്ര ചെയ്യുന്ന സ്ഥലമാണിത്. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ കളമശ്ശേരിയിലെ മന്ത്രി അബ്ദുൽ ഗഫൂറിന്റെ അച്ഛൻ ഇതിനു മുമ്പ് പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. അങ്ങനെ ആ പൊതുമരാമത്ത് രംഗത്ത് ഒട്ടനവധി കൊള്ളകൾ നടന്ന ഒരു സർക്കാരുകളായിരുന്നു ഇവിടെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് കൊള്ളയടിക്കുകയാണ് സാധാരണപ്പെട്ട ജനങ്ങളെ. മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പാറക്കടവ് അധ്യക്ഷനായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് തങ്കച്ചൻ വർഗീസ്, ജില്ലാ സെക്രട്ടറിമാരായ N മനോജ്, ഫ്രാൻസിസ് J പൈനാടത്ത്, സംസ്ഥാന കൗൺസിൽ അംഗം CM ബിജു, മഹിളാ മോർച്ച ജില്ലാ സെക്രട്ടറി അംബിക സുബ്രഹ്മണ്യൻ, BJP മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികളായ സിനിമോൾ മാർട്ടിൻ, വാസന്തി പ്രശാന്ത്, സന്ദീപ് ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ സെക്രട്ടറി N മനോജ്, മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പാറക്കടവ് അടക്കമുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പ്രതിഷേധം 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 ബിജെപിയുടെ പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം കുണ്ടും കുഴിയും നിറഞ്ഞൊരു റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞൊരു റോഡ് അയ്യയ്യേ ഇന്ന് നാണക്കേട് അയ്യയ്യേ ഇന്ന് നാണക്കേട് കേരള ജനതയ്ക്ക് നാണക്കേട് കേരള ജനതയ്ക്ക് നാണക്കേട് അങ്കമാലിക്ക് നാണക്കേട് അങ്കമാലിക്ക് നാണക്കേട് പ്രതിഷേധം 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 ബിജെപിയുടെ പ്രതിഷേധം ബിജെപിയുടെ ഇതിപ്പോ നമ്മള് വീട്ടില് ഒരു ചുമര് ടൈലോട്ടിങ്ങനെ എന്താ ചെയ്യണേ? ചുമര് ഫ്ലാറ്റാണ് ചുമര് കുട്ടി സ്റ്റിപ്പ് ചെയ്തിട്ടുള്ള ടൈലോട്ടിങ്ങനെ ഇത് അങ്ങനെയാണ് വരുന്നത്. അതുപോലെ ചെയ്ത് കിട്ടുന്നത് ഈ താറിന്റെ വീട് കൊണ്ട് വീടും താറയിൽ കഴിഞ്ഞാൽ എവിടെ പിടിക്കാനാ? അല്ല ഇത് എത്ര നാള് വണ്ടി ഇങ്ങനെ വണ്ടി തന്നെ എത്ര കുഴിക്കുന്നുണ്ട്? ഞങ്ങൾ പറയാൻ നിങ്ങളുടെ വണ്ടിയൊന്നും വീണില്ലേ? ഇത് ഇന്നലെ ഒരു ചേട്ടൻ ഇവിടെ കൊണ്ടു വീണു. ആര് സമാനം പറയും? ഞങ്ങളൊരു കേസ് വന്നാൽ നിങ്ങൾ കേസെടുക്കോ? ഈ സർക്കാർ ഒരു കേസെടുക്കോ? അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ കേസെടുക്കോ? ഒരു വാക്കാണ് ഞങ്ങളെ ദൂരം പോകണ്ടല്ലോ, തൊട്ടടുത്തല്ലേ. പുള്ളി ഇന്നലെ സമരം നടത്തി പുള്ളി ലീവ് എടുത്തോണ്ട് വീട്ടിലിരുന്നാ വേറെ വഴിക്ക് പോയ പുള്ളി അവരെ പേടിച്ചിട്ട്. അവിടെ ആളുണ്ടല്ലോ, ആരും ഒരാളുകൊണ്ട് പറയാനത് ഈ സംഭവം ഞങ്ങൾ മൂടാം ഞങ്ങളടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കേസ് എടുക്കൂലേ? നിങ്ങൾ ഉറപ്പ് പറയാണ് ഇത് നിങ്ങൾ അടച്ചോ കേസ് എടുക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറക്കാൻ തയ്യാറാ. പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുന്നുണ്ട്. ഇത് എല്ലാ വകുപ്പും ജനങ്ങൾക്ക് വിപരീതമായിട്ടാ. ഇത് ജനങ്ങളുടെ കാശ് മേടിക്കും, ജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കാം. എന്തിനാ പിന്നെ ഈ ഉദ്യോഗസ്ഥരൊക്കെ ഞങ്ങൾക്ക് അവരുടെ ഉറപ്പിട്ടാണ് ഞങ്ങൾ മേടിക്കുക.
ഇത് ഒരു മാർഗ തടസ്സം ഉണ്ടാക്കിയിട്ടില്ല, ഒരു വണ്ടികൾക്കും മാർഗ തടസ്സം ഉണ്ടാക്കിയിട്ടില്ല. ഈ കുഴി ആയതുകൊണ്ട് അതെ ഇപ്പഴാണ് ഞങ്ങൾ ഇരിക്കണേ. ഈ സമയം വരെ ഒരു വണ്ടിക്ക് തടസ്സം ഉണ്ടായില്ല, ഒരാൾ പോലും നെഗറ്റീവ് പറഞ്ഞില്ല. അപ്പൊ അവരെ വിളിച്ചു സാറ്, അവരെ വിളിച്ചിട്ട് വന്ന് ഞങ്ങൾക്ക് ഉറപ്പിട്ടാൽ ഞങ്ങൾ വിളിക്കാം. ഞങ്ങൾ പറഞ്ഞില്ലേ ഈ വെള്ളം തോരി കളയാൻ വരെ ഞങ്ങൾ തയ്യാറാ. അങ്ങനെ ഈ സാധനം നടക്കില്ലേ. മഴ ഇന്നലെ മഴ മാറിയില്ല, ഇന്നലെ പകല് മൊത്തം മഴ ഉണ്ടായില്ല. അല്ലെങ്കിൽ 100-100,000 കാര്യങ്ങൾക്ക് മന്ത്രി വരുമ്പോൾ വണ്ടി തടയുന്നല്ലേ. ഒരു ജസ്റ്റ് ഒരു ആൾക്കാർക്ക് പോകില്ലാത്തവരൊന്നല്ലോ, പണിയെടുക്കുമ്പോൾ ഒന്ന് മാറി സൈഡ് പിടിച്ച് വണ്ടി പൊക്കോളും. ഇപ്പൊ അത് സമയം ചെയ്യാൻ രാത്രി മാത്രം ഉണ്ടാക്കാൻ നിൽക്കുന്നത്. രാത്രി മഴ പെയ്യുകൊണ്ടല്ലേ ഇപ്പൊ ചെയ്യാൻ പറഞ്ഞത്. ഇന്നലെ പകൽ ഇഷ്ടം മുഴുവൻ സമയം ഉണ്ടായിരുന്നു, വെയിലുണ്ടായിരുന്നു, ഒന്നും ചെയ്യാൻ നോക്കില്ല. അവർ വിളിച്ച് വരാണെങ്കിൽ ആ പോലെ ഞങ്ങൾ വിളിച്ചിട്ട് ആൾ പോകത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് സമയം ഇവിടെ കണ്ടുപിടിക്കാൻ. ഒരു മര്യാദ നമ്മൾ സംഭവം ചെയ്യുമ്പോൾ എന്താണ് സത്യാവസ്ഥ അറിയാൻ വേണ്ടി വിളിച്ചിട്ട് പോലും ആരും പോകുന്നില്ല. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ? വേറെ കോൺട്രാക്ട് വിളിച്ച് പറഞ്ഞു ആൾക്ക് ചെയ്തതിന്റെ പണിക്കാശ് ഒന്നും കിട്ടിയുള്ളതാണ്. ഇതിനിടയിൽ അങ്ങനെ സംഭവങ്ങളുണ്ട് പല. ഇപ്പൊ നമ്മുടെ ഈ TB ജംഗ്ഷനിലെയും അതുപോലെ മറ്റേ അപ്പുറത്തെ ഓപ്ഷന്റെ അവിടെയുള്ള ടൈകളൊക്കെ ഇളക്കി മാറ്റിയില്ല. ഇതിലിപ്പോ നമുക്ക് അവരായിട്ട് സംസാരിക്കാതെ പറയാം, ഇതിനൊന്നും പോലീസിന് ഉറപ്പ് വരാൻ പറ്റില്ല. അല്ല അവര് വന്ന് നിങ്ങൾ മുമ്പാകെ പറയാണത് ഇത്ര ഞാൻ പറയാം ഒരു ദിവസം നമ്മളിപ്പോ അവരെ വിളിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. വിളിച്ച അങ്ങനെ ഒരു സാഹചര്യം ഇതൊന്നും അല്ല. ഞങ്ങൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അവര്. നമ്മള് ബന്ധപ്പെട്ട് നോക്കാം. ബന്ധപ്പെട്, ഇപ്പൊ നിങ്ങൾ ബന്ധപ്പെട്, സാറിന്റെ നമ്പറിൽ ബന്ധപ്പെട്. സമരമുണ്ട് മുതൽ ഞങ്ങൾ ഈ തരത്തിലൊരു സമരം പദ്ധതിയിലുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിനുവേണ്ട നടപടിക്രമം ഞങ്ങള് തിരിഞ്ഞു നോക്കിയില്ലെന്ന് തന്നെ പിന്നെ ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുക്കാനുള്ള നിലപാടില്ല. ഏറ്റവും മിനിമം ജനങ്ങളുടെ സുരക്ഷയെങ്കിലും കണക്കിലെടുത്ത് ഇവിടെ അങ്കമാലിക്ക് പൊതുവെ ക്ഷാമമുണ്ട്, ഇവിടെ ബ്ലോക്കാണെന്നുള്ളത്. അതിനെതിരെ ശക്തമായിട്ട് ഈ ബ്ലോക്കിനെതിരെ ഈ കുഴികൾ നടച്ച് സംരക്ഷിക്കാൻ പോലും അവർക്ക് ബാധ്യതയില്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തൊന്നും സർക്കാർ ശമ്പളം മേടിച്ചല്ലേ ഇവരിയ്ക്കണത്. ഞങ്ങളിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഞങ്ങളുടെ BJP-ക്കാർ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല, പൊതുജനങ്ങളെ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കണേ. भारत माता के बोलो, भारत माता के PWD അധികൃതരുമായി ചർച്ച ചെയ്ത് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന പോലീസിന്റെ ഉറപ്പിന്മേലാണ് പ്രവർത്തകർ സമരം അവസാനിപ്പിച്ചത്. ഓർമ്മ ക്ലീനിംഗ് ലിക്വിഡ് ഗുണമേന്മയും വിലക്കുറവും സമന്വയിപ്പിച്ചുകൊണ്ട് വൃത്തിയുടെ രാജാവും സുഗന്ധങ്ങളുടെ രാജ്ഞിയും നിങ്ങളുടെ വീട്ടിലേക്ക്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഗുണനിലവാരമുള്ള പാദരക്ഷകളുടെയും ബാഗുകളുടെയും വിപുലമായ ശേഖരവുമായി എന്നും നിങ്ങളോടൊപ്പം ഷൂക്രാഫ്റ്റ് ഫുഡ്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി.